ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിത്തീരേണ്ടതായിട്ടുണ്ടെങ്കിലോ മാത്രമേ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുള്ളൂ. ഇതേ കാര്യം തന്നെ നിങ്ങൾ പല പ്ലേസിൽ നിന്ന് പല സമയത്ത് പല സിറ്റുവേഷനിൽ നിങ്ങളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വീണ്ടും നിങ്ങൾ ഇതേ മെസ്സേജ് തന്നെ എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഗൈസ് ട്രസ്റ്റ് മീ, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷനായിട്ട് റീഅഷ്വറൻസ് ആയിട്ട് ഫ്രം ദി ഡിവൈൻ യൂണിവേഴ്സിൽ നിന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺഫർമേഷനായിട്ട് എടുക്കേണ്ട ഒരു കാര്യം. യെസ്, ഈ കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. യെസ്, ഇത് നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്ന ഒരു കാര്യമാണ്. യെസ്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആയിത്തീരുക എന്നുള്ളത്. സോ ലെറ്റ്സ് സീ. നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും എന്നെ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോ. ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇത് നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്ന ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വാക്കുകളാണ്, കൺഫർമേഷനാണ്. സോ ലെറ്റ്സ് സീ, ജസ്റ്റ് ടേക്ക് വൺ ഹാർട്ട്. കുറേ മെസ്സേജസ് ആൻഡ് സീ ഗൈസ്. സീ, ലവ് ബിഗിൻസ്. നിങ്ങളുടെ ലൈഫിൽ ഇനിയാണ് സ്നേഹം ആരംഭിക്കാൻ പോകുന്നത്. ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ബട്ട് ഇനിയാണ് നിങ്ങൾ സ്നേഹം എന്താ എന്നുള്ളത് അറിയാൻ പോകുന്നത്. അത് റൊമാൻറ്റിക് ലൈഫ് എന്ന് മാത്രം എന്നുള്ളതല്ല, പല രൂപത്തിൽ പല ഭാവത്തിൽ പല ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരു റിയൽ കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ നിങ്ങളുടെ ആളുകളെ കണ്ടെത്താൻ പോവാണ്, നിങ്ങളുടെ ട്രൂ ലവ് കണ്ടെത്താൻ പോവാണ്. ആൻഡ് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു സമയം സ്നേഹം കൊണ്ട് സ്നേഹിച്ചു പോയതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടം വിഷമമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇനി എന്താണ് എൻ്റെ ലൈഫിൽ, ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എൻ്റെ ലൈഫിൽ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് എ ഡബിൾ കൺഫർമേഷൻ. നിങ്ങൾ സ്നേഹം കൊണ്ട് നിങ്ങൾ വിജയിക്കാൻ പോകുന്ന ആളുകളാണ്, ഒരുപാട് സ്നേഹം സമ്പാദിക്കാൻ പോകുന്ന ആളുകളാണ്. സോ ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിച്ച് പോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഗായ്സ്, നിങ്ങൾ വിൻ ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് ഓക്കെ. ലൈക്ക് മേ ബി നിങ്ങൾ റൈറ്റ് ആയിട്ടൊരു പ്ലേസിലല്ല അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. മേ ബി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ള ആളുകളോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ആളുകളോ, മേ ബി അതായിരിക്കാം അവരുടെ ലൈഫിൻ്റെ പേർപ്പസ്. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. റൈറ്റ്? സോ ലൈഫാണ്, ലൈഫ് മുന്നോട്ട് പോകണം. ഇത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നാളെ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയല്ല. നാളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നതും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിച്ച് ആയിട്ട് തോന്നുന്നതും സ്നേഹം കൊണ്ടാണ്, ആളുകളെ കൊണ്ടാണ്. നിങ്ങൾക്ക്